ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മാനിഫെസ്റ്റേഷനിലെയും മന്ത്രജപങ്ങളുടെയുമൊക്കെ ഒരു വലിയ തട്ടിപ്പിനെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് എന്ന്. കാരണം ഞാൻ എപ്പോഴും മന്ത്രം ജപിക്കുവാനും നാമം ജപിക്കുവാനും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനുമൊക്കെ പറയാറുണ്ട്. പിന്നെ പെട്ടെന്ന് എന്തുകൊണ്ട് ഞാനിങ്ങനെ പറഞ്ഞു എന്ന ഒരു ചിന്ത നിങ്ങൾക്കുണ്ടാകും. ഇതിലൊരു അപകടമുണ്ട്. അതാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. നമ്മുടെ മാധവം എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അതിൽ കയറി ജോയിൻ ചെയ്യണം. ഞാൻ അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയിലും ലിങ്ക് പോസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ആദ്യം ഒരു കഥ പറയാം. ഈ കഥ ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, എങ്കിലും ഒന്ന് ചുരുക്കി പറയാം. അതായത് വിഡ്ഢി കൂഷ്മാണ്ഡം. ഈ കഴിഞ്ഞ ദിവസവും ഞാനത് പറഞ്ഞു. അതായത് ഒരു കുട്ടി വളരെ ദരിദ്രനായിരുന്നു. അതിൻ്റെ തൊട്ട് അടുത്ത വീട്ടിൽ ഒരു വലിയ വിഷവൈദ്യനുണ്ടായിരുന്നു. അദ്ദേഹം വലിയ വിഷവൈദ്യനായിരുന്നു. അദ്ദേഹം ധാരാളം സമ്പത്ത് തൻ്റെ ആ പ്രവൃത്തിയിലൂടെ നേടിക്കൊണ്ടിരുന്നു. തൊട്ടടുത്തുള്ള വീട്ടിലെ ഈ കുട്ടി വലിയ ദരിദ്രനാണ്. എങ്ങനെ ജീവിക്കണമെന്നറിയാതെ വളരെ വിഷമിച്ച് അമ്മയും മോനും ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ആ സമയത്ത് ഈ കുട്ടിയോട് ആരോ പറഞ്ഞു കൊടുക്കുന്നു, വിഷവൈദ്യം പഠിച്ചു കഴിഞ്ഞാൽ വലിയ പണക്കാരനാകാം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതനുസരിച്ചിട്ട് ഈ കുട്ടി ഈ വിഷവൈദ്യനെ കാണാനായിട്ട് പോകുന്നു. അതൊരു ബ്രാഹ്മണനാണ് ഈ വിഷവൈദ്യൻ. ഗുരുവിനെ കാണാനായിട്ട് പോകുമ്പോൾ എന്തെങ്കിലും ഒരു ദക്ഷിണ കൊടുക്കണമെന്ന് ചിന്തിക്കുകയാണ് ഈ കുട്ടി. പക്ഷെ ഒന്നും കൊടുക്കാൻ കയ്യിലില്ല. അങ്ങനെ തൻ്റെ വീടിൻ്റെ മുകളിലേക്ക് പടർന്ന് കയറിയ ഒരു കുമ്പളം, ആ കുമ്പളത്തിൽ നിന്നും ഒരു കുമ്പളങ്ങ പറിച്ചെടുത്തുകൊണ്ട് അതിരാവിലെ തന്നെ ഈ കുട്ടി ഈ വിഷവൈദ്യനായ ബ്രാഹ്മണനെ കാണാനായിട്ട് പോകുന്നു. അതിരാവിലെയാണ് ചെല്ലുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം, എങ്ങനെയും പണം സമ്പാദിക്കണമെന്നുള്ള അമിതമായ ആഗ്രഹം ഈ കുട്ടിക്കുണ്ട്. കാരണം അത്ര ദാരിദ്ര്യത്തിലാണ് ഈ കുട്ടി കഴിഞ്ഞുകൂടുന്നത്. അങ്ങനെ ഈ കുമ്പളങ്ങയുമായിട്ട് അതിരാവിലെ ഈ ബ്രാഹ്മണൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. കുമ്പളങ്ങ പടിയിലിങ്ങനെ വെക്കുന്നു. എന്നിട്ട് കതകിലിങ്ങനെ കൊട്ടുന്നു. കൊട്ട് കേട്ടോണ്ട് ഈ വിഷവൈദ്യനായ ബ്രാഹ്മണൻ പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്ന കാഴ്ച ഈ കുഞ്ഞ് ഈ കുമ്പളങ്ങയുമായിട്ട് നിൽക്കുന്നതാണ്. ഉടൻ തന്നെ ഈ ബ്രാഹ്മണൻ ഒരു കൗതുകം തോന്നുകയും, എന്താ വിഡ്ഢി കൂഷ്മാണ്ഡവുമായി രാവിലെ വന്ന് നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ ഈ വിദ്യ എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കണമെന്നുള്ള ആ ചിന്തയിൽ ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന 2 വാക്കുകൾ മാത്രമാണ് ഈ കുട്ടി കേട്ടത്. കുട്ടി വിചാരിക്കുകയാണ്, ആഹാ, ഇത്ര പെട്ടെന്ന് തന്നെ പറഞ്ഞു തന്നോ മന്ത്രം എന്ന് ചിന്തിക്കുകയും, ഈ കൂഷ്മാണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുമ്പളങ്ങ ആണ് എന്നുള്ള ആ കാര്യം പോലും ഈ കുട്ടിക്ക് അറിയില്ല. അങ്ങനെ ഈ കുട്ടി കുമ്പളങ്ങ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഓടിപ്പോയി. ഈ ബ്രാഹ്മണൻ ആകെ വിഷമിച്ചു. കാരണം രാവിലെ തന്നെ വിഡ്ഢി എന്നൊക്കെ വിളിച്ചപ്പോൾ ഈ കുഞ്ഞിന് വിഷമം വന്നു കാണും, അതുകൊണ്ടായിരിക്കും ഓടിപ്പോയത് എന്ന് ഈ ബ്രാഹ്മണൻ കരുതുകയും ചെയ്തു. ഈ കുട്ടി തിരിച്ച് വീട്ടിൽ വന്നിട്ട് വിളക്ക് തെളിയിച്ച് ഈ വിഡ്ഢി കൂഷ്മാണ്ഡം എന്ന ആ 2 വാക്കുകൾ ധാരാളം ആവർത്തി ഇങ്ങനെ ജപിച്ചു. അതിനുശേഷം ഈ കുട്ടി ആളുകളെ ചികിത്സിക്കുവാനായിട്ട് പല സ്ഥലങ്ങളിലേക്കും പോകാൻ തുടങ്ങി. ആദ്യത്തെ ഈ ബ്രാഹ്മണൻ, അതായത് ഗുരുവായ ഈ ബ്രാഹ്മണൻ ഒരു സ്ഥലത്തേക്കും പോകുമായിരുന്നില്ല. അദ്ദേഹം പാരമ്പര്യ വൈദ്യനായിരുന്നു. അദ്ദേഹത്തെ തിരക്കി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആളുകൾ വരുമായിരുന്നു. അദ്ദേഹം പണമായി ഒന്നും ചോദിച്ചിരുന്നില്ല. എങ്കിലും ധാരാളം ആളുകൾ ഇദ്ദേഹത്തിന് ധാരാളം പണം ദക്ഷിണയായി കൊടുക്കുമായിരുന്നു. അദ്ദേഹം വീട്ടിൽ തന്നെയാണ് ഇരുന്നത്. കാരണം അദ്ദേഹം വിഷഹാരി എന്ന പാരമ്പര്യമുള്ള ആ കുടുംബത്തിൽ ജനിച്ചതാണ്. അദ്ദേഹത്തിന് അത്രയും കൈപുണ്യമുണ്ട്. അദ്ദേഹത്തെ തിരക്കി ആളുകൾ വരുന്നു. അദ്ദേഹം ചോദിച്ചില്ലെങ്കിലും പണം കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അതല്ല സ്ഥിതി. ഈ കുട്ടിയെ തിരക്കി ആരും വരില്ല. പെട്ടെന്ന് തന്നെ ആരെയെങ്കിലും ഒരു പാമ്പ് കടിച്ചാൽ പെട്ടെന്ന് ഈ കുട്ടിയുടെ അടുത്തേക്ക് കൊണ്ടുവരാനും എല്ലാവർക്കും ഭയമാണ്. കാരണം അറിയില്ലല്ലോ ഈ കുട്ടിക്ക് നന്നായി നോക്കാൻ അറിയാമോ, ചികിത്സിക്കാൻ അറിയാമോ, ഇതൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടി എന്ത് ചെയ്തു? ആളുകളെ തിരക്കി അങ്ങോട്ട് പോകാൻ തുടങ്ങി. ധാരാളം കഷ്ടപ്പെട്ടു. കാരണം ഒരു വിദ്യ കയ്യിലുണ്ട്, പക്ഷെ അത്
പ്രയോഗിക്കാൻ തന്നെ തിരക്കി ആളുകൾ വരില്ല എന്ന ബോധ്യം ആ കുട്ടിക്കുണ്ട്. പിന്നീട് ആ കുട്ടി എന്ത് ചെയ്യുന്നു? വീട്ടിലിരുന്ന് മറ്റേ ബ്രാഹ്മണൻ ചെയ്യുന്നത് പോലെ വീട്ടിൽ ഇതെല്ലാം പഠിച്ചിട്ടിരുന്ന് കഴിഞ്ഞാൽ തന്നെ തിരക്കി തൻ്റെ വീട്ടിലേക്ക് ആരും വരില്ല എന്ന ബോധ്യം ആ കുഞ്ഞിനുണ്ടായിരുന്നത് കൊണ്ട് ഈ കുഞ്ഞ് പുറത്തേക്കിറങ്ങി ആളുകളെ, അവസരങ്ങളെ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചു. പക്ഷെ നിരന്തരം ഈ കുട്ടി ഈ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടേയിരുന്നു. വിശ്വസിച്ചു ആ കുട്ടി, ഇതാണ് മന്ത്രം, ഈ മന്ത്രം ജപിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അസുഖം മാറുമെന്ന് ഈ കുട്ടി മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചു. അതോടുകൂടി ആ വിശ്വാസം രൂഢമൂലമായപ്പോൾ ആ കുട്ടിയുടെ മനസ്സിലേക്ക് ആത്മവിശ്വാസമുണ്ടായി. താൻ ചെയ്താൽ ശരിയാകുമെന്നുള്ള ആത്മവിശ്വാസം ആ കുട്ടിക്ക് ഉണ്ടാവുകയും കഠിനമായി ആ കുട്ടി പരിശ്രമിക്കുകയും ചെയ്തു. അതായത് അങ്ങോട്ട് ചെന്ന് ആരെങ്കിലും ഒരു ചെറിയ പാമ്പിനെയൊക്കെ ആരെങ്കിലും ഒരു ചെറിയ പാമ്പൊക്കെ കടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചികിത്സിക്കാം, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് ചെല്ലാൻ തുടങ്ങി. ആളുകൾ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. പിന്നീട് ചെറിയ ഒരു പാമ്പ് കടിയൊക്കെ വരുമ്പോൾ എന്നാൽ ശരി ഒന്ന് നോക്കിക്കോട്ടെ, എന്തായാലും വന്നതല്ലേ എന്ന് കരുതി നോക്കാൻ തുടങ്ങി. പക്ഷേ ആ കുഞ്ഞ് ചെയ്ത ആ ചികിത്സ ഫലിച്ചു. അതോടുകൂടി ആളുകൾക്ക് വിശ്വാസം വന്നു. അതായത് അങ്ങോട്ട് ചെന്ന് ഒരു മാർക്കറ്റിംഗ് തന്ത്രം, അതാണ് ആ കുട്ടി ചെയ്തത്. അങ്ങനെ ചെയ്തപ്പോൾ ആ കുട്ടി അതിൽ വിജയിച്ചു. പിന്നീട് ഈ വലിയ ഗുരുവിനേക്കാൾ ശ്രേഷ്ഠനും കേമനുമായി മാറി ഒരു രാജാവിനെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ കഥയൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്. അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഈ കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടായത് എപ്പോഴാണ്? താനൊരു കാര്യം ചെയ്തു, പഠിച്ചു, അത് ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ചപ്പോഴാണ് ആ കുട്ടിക്ക് ആത്മവിശ്വാസം ഉണ്ടായത്. ഇപ്പോൾ ആ കുട്ടി ഒരു കാര്യം പഠിച്ചു, ആ കുട്ടി മന്ത്രം പോലെ ഇത് ജപിച്ചപ്പം ഈ കുട്ടി ഇതാണ് ശരിയെന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. രണ്ട് കാര്യം അവിടെ നടന്നു. പിന്നീട് ഇത് വിശ്വസിച്ചിട്ട് മറ്റേ ബ്രാഹ്മണൻ വീട്ടിലിരുന്നപ്പോൾ അദ്ദേഹത്തെ തിരക്കി ആളുകൾ വന്നു. അതുപോലെ ഞാനും വീട്ടിലിരിക്കാം എന്ന് ആ കുട്ടി കരുതിയില്ല. ആ കുട്ടി എന്തു ചെയ്തു? കഠിനമായി പ്രവർത്തിച്ചു, അവസരങ്ങൾ തേടി ഇറങ്ങി, നന്നായി പരിശ്രമിച്ചു, കഷ്ടപ്പെട്ടു. അതിൻ്റെ റിസൾട്ടാണ് ഈ കുട്ടിക്ക് കിട്ടിയത്. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഭഗവത്ഗീതയിൽ ഭഗവാൻ ആ കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഭഗവത്ഗീതയിലുണ്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കർമ്മം അത് ഭംഗിയായി ചെയ്യണം. അല്ലാതെ വെറുതെ ഇരുന്ന് ചിന്തിച്ചത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് വെറുതെ പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്നത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് ഒരു പണിക്കും പോകാതെ അമ്പലത്തിൽ പോയിരുന്നത് കൊണ്ടോ, രാവിലെ എഴുന്നേറ്റ് 10,000 തവണ മന്ത്രം ജപിച്ചതുകൊണ്ടോ ഒന്നും തന്നെ ഒരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ നമ്മുടെ ജോലി കൃത്യമായി ചെയ്യുകയും ആത്മവിശ്വാസം കൊണ്ടുവരികയും നാളെ നല്ലത് വരും, നല്ലതുണ്ടാകും എന്ന ആത്മവിശ്വാസത്തോടു കൂടി മുമ്പോട്ട് പോവുകയും നമ്മുടെ ജോലികൾ വളരെ കറക്റ്റായി ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ മാനിഫെസ്റ്റേഷനും മന്ത്രജപങ്ങളും നമ്മുടെ ആ വഴികളിലേക്കുള്ള, ആ ലക്ഷ്യത്തിലേക്കുള്ള തടസ്സങ്ങൾ ഇല്ലാതാക്കും. നമ്മൾ റോഡിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കുഴിയുണ്ട് സൂക്ഷിക്കണം, ആന ഇറങ്ങുന്ന വഴിയാണ് സൂക്ഷിക്കണം, ഇത്ര കിലോമീറ്റർ സ്പീഡിൽ മാത്രമേ പോകാൻ പാടുള്ളൂ സൂക്ഷിക്കണം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ്? ആ വഴി സഞ്ചരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഡയറക്ഷനാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരാൾക്ക് ആന ഇറങ്ങുന്ന വഴി എന്ന് അവിടെ എഴുതി വെച്ചതുകൊണ്ടോ വെക്കാഞ്ഞതുകൊണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. കാരണം അയാൾ ആ വഴി സഞ്ചരിക്കുന്നില്ല. റോഡിൽ കുഴി ഉണ്ടായാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? കാരണം ഇയാൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നില്ല, അല്ലേ? അപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നവന് മാത്രമേ ഈ പ്രശ്നങ്ങളുള്ളൂ. സൈക്കിളിൽ നിന്ന് വീഴുന്നവൻ ആരാണ്? സൈക്കിളിൽ കയറുന്നവൻ മാത്രമേ സൈക്കിളിൽ നിന്ന് വീഴത്തുള്ളൂ, അല്ലേ? സൈക്കിളിൻ്റെ പുറത്തു നിന്നും താഴെ വീഴണമെങ്കിൽ അവൻ സൈക്കിളിൽ കയറണം, എങ്കിൽ മാത്രമേ വീഴുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാതെ മന്ത്രം ജപിച്ചുകൊണ്ടിരുന്നത് കൊണ്ടോ മാനിഫെസ്റ്റേഷൻ ചെയ്തതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മാനിഫെസ്റ്റേഷൻ ആയാലും മന്ത്രജപങ്ങളായാലും വളരെ നല്ലതാണ്. എപ്പോഴാണ് അത് നന്നാവുന്നത്? നമ്മുടെ ജോലികൾ നമ്മൾ നന്നായി ചെയ്യുമ്പോൾ ആ ജോലികൾക്കിടയിൽ നമുക്ക് പല തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാകും.
ആ തടസ്സങ്ങളിൽ നിന്ന് നമ്മൾ മുമ്പോട്ട് പോകുന്നതിനും ആ തടസ്സങ്ങളെ അതിജീവിച്ച് മുമ്പോട്ട് പോയി ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിനും നമ്മളെ സഹായിക്കുന്നവയാണ് മന്ത്രജപങ്ങളും മാനിഫെസ്റ്റേഷനുമൊക്കെ. അല്ലാതെ വെറുതെ മേളോട്ട് നോക്കിയിരുന്ന് മന്ത്രം ജപിച്ചത് കൊണ്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെ അമ്പലങ്ങളിൽ പോയിരുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ജോലികൾ നമ്മൾ കൃത്യമായി ചെയ്യുക. കൃത്യമായി ചെയ്യുമ്പോൾ അവിടെ നമുക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ, നമ്മുടെ ആത്മവിശ്വാസമില്ലായ്മ അവയൊക്കെ മാറ്റിയെടുക്കുന്നതിനാണ് മന്ത്രജപത്തിനും മാനിഫെസ്റ്റേഷനും സഹായിക്കാൻ പറ്റുന്നത്. മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. കാരണം എന്താണ്? നാളെ ഒരു നല്ലത് സംഭവിക്കും. ക്ഷേത്രത്തിൽ പോയി ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ എന്നെ രക്ഷിക്കും എന്ന ഒരു വിശ്വാസം നമ്മളിലേക്ക് വരും. നമ്മൾ ആത്മവിശ്വാസമില്ലാതെ ഏത് ജോലി ചെയ്താലും ഒരാളുടെ മുമ്പിൽ പോയി നിന്ന് നമ്മളൊന്ന് സംസാരിക്കുന്നു, അവിടെ നമുക്കൊരു ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ നമ്മളെ അവർ കേൾക്കില്ല. പക്ഷേ നല്ല ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കേൾക്കും. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിജയിക്കുന്നത്. ചില പൊട്ട കാര്യമായിരിക്കും ചിലർ പറയുന്നത്, അല്ലേ? ചില മാർക്കറ്റിങ്ങിനൊക്കെ വരുന്ന ആളുകളുണ്ട്, പൊട്ട കാര്യം പറയും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യും? അതിലങ്ങ് വീണു പോകും. എന്നിട്ട് അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കും. അവിടെ അവരെ സഹായിക്കുന്നത് എന്താണ്? അവരുടെ ആത്മവിശ്വാസമാണ്. അതിന് ആ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് നമ്മൾ മന്ത്രം ജപിക്കാനും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യാനുമൊക്കെ പറയുന്നത്. ആ സമയത്ത് നമുക്കൊരു വിശ്വാസമുണ്ടാകും. നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസമുണ്ടാകും. ഞാൻ ചെയ്താൽ ശരിയാകും, എനിക്ക് നാളെ നല്ലത് ലഭിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസം നമുക്കുണ്ടാകും. ആ ആത്മവിശ്വാസത്തിലൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഏതെങ്കിലും വിധത്തിലുള്ള നെഗറ്റീവ് എനർജികൾ, തടസ്സങ്ങൾ ഒക്കെ നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ അതൊക്കെ മുൻകൂട്ടി മനസ്സിലാക്കാനും ആ വഴി പോകാതെ നേർവഴി സഞ്ചരിക്കുവാനും നമുക്ക് മന്ത്രജപങ്ങൾ സഹായിക്കും. അവിടെ നമുക്ക് ഒരു ഉൾക്കാഴ്ച ഉണ്ടാകും. തെറ്റേത് ശരിയേത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധം അത് നമുക്കുണ്ടാകും. എവിടെ? മന്ത്രജപത്തിലൂടെ. അതിനാണ് നിരന്തരം നാമം ജപിക്കണമെന്ന് പറയുന്നത്. നിരന്തരം നാമം ജപിക്കാനായിട്ട് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ 3 മണി, 3:30 മണി, 4 മണിക്കൊക്കെ എഴുന്നേറ്റിരുന്ന് നമ്മൾ നാമം ജപിക്കുമ്പോൾ അന്നത്തെ ദിവസം കൂടുതൽ പോസിറ്റീവായി മാറും. നമുക്ക് കൂടുതൽ സമയം കിട്ടും ജോലി ചെയ്യാനായിട്ട്. അതിരാവിലെ എഴുന്നേറ്റ് നമ്മൾ നാമം ജപിക്കാനായി എഴുന്നേറ്റ് നമ്മൾ കുറേ നേരം നാമം ജപിച്ചതിന് ശേഷം പിന്നീട് നമ്മുടെ ജോലികളിലേക്ക് നമ്മൾ ഏർപ്പെടുമ്പോൾ വേഗം നമ്മുടെ ജോലികളെല്ലാം അവസാനിക്കും. പിന്നീട് നമുക്ക് നമ്മുടെ ജോലികൾ ചെയ്യാൻ നമുക്ക് ധാരാളം സമയം കിട്ടുന്നു. എന്നാൽ 8 മണിക്കും 10 മണിക്കും എഴുന്നേൽക്കുന്ന ഒരാൾക്കോ അവരുടെ കർമ്മങ്ങൾ ചെയ്യാനുള്ള സമയം അവർക്ക് കിട്ടുന്നില്ല. അതോടുകൂടി അവരിലൊരു അലസത ബാധിക്കും. അലസത ഇല്ലാതിരിക്കാനും നേർബുദ്ധി ഉണ്ടാകാനും നേർവഴി ഉണ്ടാകാനും നേർവഴി കാണിച്ചു തരാനും മുമ്പോട്ട് പോകാനും ആത്മവിശ്വാസം ഉണ്ടാക്കാനുമൊക്കെയാണ് ഈ മാനിഫെസ്റ്റേഷനും മന്ത്രജപങ്ങളും നമ്മളെ സഹായിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകമായി മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ടാണ്. അങ്ങനെ നമുക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നമുക്ക് ജോലി ചെയ്യാൻ നല്ല കരുത്തുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെയോ മന്ത്രജപങ്ങളുടെയോ ഒന്നും ആവശ്യമില്ല. പക്ഷേ അതൊന്നുമില്ലാത്ത ആളുകളാണ്. നമുക്ക് ആ ഒരു ബലമില്ലെങ്കിൽ, ആ ബലമില്ലെങ്കിൽ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ചില മനുഷ്യർ കർമ്മമാണ് അവൻ്റെ ഈശ്വരൻ എന്ന് കരുതി ജീവിക്കുന്നുണ്ട്. സത്യമാണ്, കർമ്മമാണ് നമ്മുടെ ഈശ്വരൻ. പക്ഷേ ആ ഒരു ബോധം നമ്മുടെ മനസ്സിലേക്ക് ശരിയായ രീതിയിൽ കൊണ്ടുവരികയും നമ്മുടെ ജോലിയിൽ നമ്മൾ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുകയും കഠിനമായി അധ്വാനിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ ബുദ്ധി തെളിഞ്ഞു തന്നെ ഇരിക്കും. പക്ഷേ കൂടുതൽ ആളുകളും പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നവരും ശരിയും തെറ്റും തിരിച്ചറിയാത്തവരുമാണ്. അവർക്കാണ് ഒരു പിടിവള്ളി ആവശ്യമായിട്ടുള്ളത്. ആ പിടിവള്ളി മാത്രമാണ് മന്ത്രജപങ്ങളും മാനിഫെസ്റ്റേഷനും. അല്ലാതെ അത് മാത്രം ചെയ്തിട്ട് ഒരു പണിയും എടുക്കാതെ മേലോട്ട് നോക്കി പേപ്പറിൽ എഴുതിക്കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കുക. ഭഗവത്ഗീത ശരിയായ രീതിയിൽ പഠിക്കുക. ഭഗവാൻ കർമ്മം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കർമ്മം നമ്മൾ കൃത്യമായി ചെയ്യുക. അങ്ങനെ ചെയ്ത് ഭഗവാനെ കൂടി വിളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധി തെളിയും. ബുദ്ധി തെളിഞ്ഞാൽ നമ്മൾ വിജയത്തിലേക്ക് കടക്കുക തന്നെ ചെയ്യും.
നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.